സമയത്ത് എന്റെ മേൽ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ സംഭവിക്കട്ടെ. കർത്താവേ, കാലാകാലങ്ങളായി എന്റെ ഉള്ളിലും എന്റെ കുടുംബത്തിൽ എന്റെ വ്യക്തി ജീവിതത്തിൽ ഭാരപ്പെടുത്തുന്ന തിന്മയുടെ നാരക ശക്തികളെ ബന്ധിച്ച് ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, അങ്ങേക്ക് സ്തുതി. ഹല്ലേലൂയ. ചേർന്ന് പാടിക്കേ ഒരുമിച്ച്. ആമേൻ. എല്ലാവരും ചേർന്ന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പരിശുദ്ധ ആരാധനയിൽ നമ്മളിതാ വലിയ ശക്തമായ ഒരു നിർവീര്യ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ്. തിന്മയെയും തിന്മയുടെ ബന്ധങ്ങളെയും നിർവീര്യമാക്കുന്ന ഒരു പ്രാർത്ഥന ശുശ്രൂഷയാണ്. നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം കാലാകാലങ്ങളായി അനേക തരത്തിലുള്ള തിന്മയുടെ മേഖലകൾ നമ്മളെ എല്ലാവരെയും പീഡിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ശത്രു ആരാണെന്നറിയാതെ നമ്മൾ പലപ്പോഴും യുദ്ധം ചെയ്ത് നമ്മൾ നമുക്കെതിരെ തന്നെ പടവെട്ടുകയാണ്. ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എനിക്ക് എന്റെ ശത്രുവിനെ തിരിച്ചറിയാൻ, എനിക്ക് ദുരാത്മാവിനെതിരെ പടവെട്ടാൻ ശക്തിയും ബലവും വേണം. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കണം. കർത്താവെ, എന്റെ ജീവിതത്തെയും പ്രവർത്തന മേഖലകളെയും ദേശത്തെയും പീഡിപ്പിക്കുന്ന ദുഷ്ടശക്തി കേന്ദ്രങ്ങളെ തിരിച്ചറിയാൻ എനിക്ക് ജ്ഞാനം തരണമേ. പരിശുദ്ധാത്മ ശക്തിയാൽ പ്രാർത്ഥനയിലൂടെ ദുഷ്ടാത്മാക്കളെ നിർവീര്യമാക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ഓരോ വ്യക്തിയും ഈ ഒരു കുഞ്ഞു പ്രാർത്ഥന ഹൃദയത്തിൽ ആവർത്തിച്ച് പറയണം. ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ, കർത്താവേ, കർത്താവേ, എന്റെ ജീവിതത്തെയും പ്രവർത്തന മേഖലകളെയും ദേശത്തെയും പീഡിപ്പിക്കുന്ന ദുഷ്ടശക്തി കേന്ദ്രങ്ങളെ തിരിച്ചറിയാൻ എനിക്ക് ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മ ശക്തിയാൽ പ്രാർത്ഥനയിലൂടെ ദുഷ്ടസേനകളെ നിർവീര്യമാക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്കൊരു നിമിഷം ഒന്ന് കരങ്ങൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ വർഷത്തിൽ എന്റെ ജീവിതം ഒരു ആത്മീയ പോരാട്ടം, ശത്രുവിനെ തിരിച്ചറിഞ്ഞ് യുദ്ധം ചെയ്യാനുള്ള കൃപ എനിക്ക് വേണം. കർത്താവേ, ഈ കൃപയ്ക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഇതിൽ സംഭവിക്കട്ടെ. കർത്താവേ, ഇതിൽ സംഭവിക്കട്ടെ. ഒരു ആത്മീയ പോരാട്ടം കർത്താവേ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ആശീർവാദം എനിക്ക് അതിനുള്ള ബലമാണ്. വിശ്വസിക്കുക. കർത്താവ് ഇടപെടുന്ന സമയം നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.
എന്നും എന്നും അങ്ങേക്ക്